Welcome to Echoes of the Word, a daily offering from Puspikalya, a Carmelite monastery in Kolkata. ക്രിസ്തുവിലുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് മൗനമായിരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു അന്ധന്റെ ശ്രദ്ധേയമായ ചിത്രം നൽകുന്നു. ചുറ്റുമുള്ളവർ അവന്റെ ശബ്ദം നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ യേശുവിനു വേണ്ടി നിലവിളിക്കുകയും രോഗശാന്തിക്കായുള്ള പ്രത്യാശയിൽ ഉറച്ചുനിൽക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശു തന്നെ നിർബന്ധിക്കുന്നില്ല. അവൻ യഥാർത്ഥ ആഗ്രഹത്തിനായി കാത്തിരിക്കുകയും തുടർന്ന് അനുകമ്പയോടും പൂർണ്ണ ശ്രദ്ധയോടും പ്രതികരിക്കുകയും ചെയ്യുന്നു. അവൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്കുവേണ്ടി എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഒരു പ്രകടനമോ ഇടപാടോ അല്ല, ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ക്ഷണം. യഥാർത്ഥ ശുശ്രൂഷയും യഥാർത്ഥ ക്രിസ്തീയ ജീവിതവും നമ്മുടെ ദാനങ്ങൾ പ്രദർശിപ്പിക്കുന്നതോ അംഗീകാരം തേടുന്നതോ അല്ലെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അത് സന്നിഹിതരായിരിക്കുക, ആഴത്തിൽ ശ്രദ്ധിക്കുക, ആവശ്യമുള്ളവർ തുറന്ന മനസ്സോടെ നമ്മെ നേരിടാൻ കാത്തിരിക്കുക എന്നിവയാണ്. അതിനർത്ഥം നമ്മുടെ വഴി നിർബന്ധിക്കാനോ ഉത്തരങ്ങൾ അടിച്ചേൽപ്പിക്കാനോ വിസമ്മതിക്കുക, മറിച്ച് യേശു മാത്രം രോഗശാന്തി നൽകുന്ന മറ്റുള്ളവരെ സ്വതന്ത്രമായി വരാൻ അനുവദിക്കുക എന്നാണ്. എന്നിരുന്നാലും നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഇന്നത്തെ സഭാജീവിതത്തിൽ ബാഹ്യരൂപങ്ങളാൽ ശ്രദ്ധ തിരിക്കപ്പെടുന്നത് എളുപ്പമാണ്. നാം പലപ്പോഴും നേതാക്കളെയും പ്രസംഗകരെയും കുടുംബങ്ങളെയും ഒരു ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു, അവരുടെ പ്രതിച്ഛായയും വിജയത്തെയും അധികാരത്തെയും അഭിനന്ദിക്കുന്നു. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവർ, അനുരഞ്ജനം, പ്രത്യാശ, ഐക്യം എന്നിവ പ്രസംഗിക്കുന്നവർ പൊതുപരാജയമോ അപവാദമോ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും? താഴെയുള്ള യാഥാർത്ഥ്യം വേദിയിലോ സ്ക്രീനിലോ നാം കാണുന്നതിനോട് പൊരുത്തപ്പെടാത്തപ്പോൾ എന്ത് സംഭവിക്കും? യഥാർത്ഥ ശുശ്രൂഷ ഒരു ഷോയല്ല, അത് സത്യസന്ധതയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തിനു മുന്നിൽ മാത്രമല്ല, വീട്ടിലും വിവാഹത്തിലും നമ്മുടെ ഹൃദയങ്ങളിലും നാം നടത്തുന്ന രഹസ്യ പോരാട്ടങ്ങളിലും. പൊതുപ്രതിച്ഛായേക്കാൾ സമഗ്രത പ്രധാനമാണ്. ദൈവത്തിന്റെ സ്നേഹത്തെയും രോഗശാന്തിയെയും കുറിച്ചുള്ള നമ്മുടെ വാക്കുകൾ ആദ്യം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലും എളിമയുള്ള ആത്മപരിശോധനയിലും ജീവിക്കണം. നമ്മുടെ നേതാക്കളോ കുടുംബങ്ങളോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വേദന മറയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാത്ത സത്യം, കുമ്പസാരം, ഉത്തരവാദിത്തം, യഥാർത്ഥ മാറ്റത്തെ പിന്തുണയ്ക്കുന്ന ഒരു സഭയായി നമുക്ക് മാറാം. അന്ധൻ എന്താണ് വേണ്ടതെന്ന് യേശു അനുമാനിക്കുന്നില്ല, അവൻ അവനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു, അവന്റെ ആഗ്രഹത്തിന് പേരിടാൻ. നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് എന്താണ് കുറവെന്ന് തീരുമാനിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുക എന്നതല്ല, മറിച്ച് ശ്രദ്ധിക്കുകയും അവരുടെ യാത്രയുടെ സത്യസന്ധത സ്ഥിരീകരിക്കുകയും ആ യഥാർത്ഥ വിശ്വാസം രോഗശാന്തിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ്. അഹങ്കാരം, അത്യാഗ്രഹം, പണത്തോടും സ്വത്തുക്കളോടുമുള്ള ആസക്തി എന്നിവ വേരൂന്നിയാൽ ആത്മീയ ജീവിതം എങ്ങനെ നിർജ്ജീവമാകുമെന്ന് നമുക്ക് ചിന്തിക്കാം. ആത്മീയത വിനയം നഷ്ടപ്പെട്ട് ഈ ആഗ്രഹങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സുപ്രധാനമായ എന്തോ ഒന്ന് മരിക്കുന്നത് പോലെയാണ്. നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത് തുടരുകയോ ശുശ്രൂഷയിൽ വളരെ സജീവമായിരിക്കുകയോ ചെയ്യാം, എന്നാൽ സ്വത്തുക്കളോടുള്ള സ്നേഹം വിനയത്തെ മറികടക്കുകയാണെങ്കിൽ ആത്മാവ് വാടിപ്പോകുന്നു. നമുക്ക് ദൈവത്തെയും സമ്പത്തിനെയും സേവിക്കാൻ കഴിയില്ലെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. വിനയം ആത്മാവിന്റെ ശ്വാസമാണ്, അതില്ലാതെ ആത്മീയ ജീവിതം എണ്ണയില്ലാത്ത വിളക്ക് പോലെയാണ്, ഉള്ളിൽ ഒന്നും കത്താത്ത ഒരു ഷെൽ. ഹംഗറിയിലെ എലിസബത്തിനെപ്പോലെ നമ്മുടെ വിശുദ്ധരും നമുക്ക് ഒരു മികച്ച മാർഗം കാണിച്ചുതരുന്നു: ലാളിത്യത്തിന്റെയും ഔദാര്യത്തിന്റെയും സേവനത്തിന്റെയും ജീവിതം. യഥാർത്ഥത്തിൽ എളിമയുള്ളവർ തങ്ങൾക്ക് ലഭിക്കുന്നതിൽ അല്ല, മറിച്ച് അവർക്ക് നൽകാൻ കഴിയുന്നതിൽ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നു. അവരുടെ സന്തോഷം സാമൂഹിക പദവിയിൽ നിന്നോ പണത്തിൽ നിന്നോ അല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്, മറഞ്ഞിരിക്കുന്നതിലും സത്യസന്ധതയിലും അനുകമ്പയിലും. അതുകൊണ്ട് ഇന്ന് അപവാദത്താലും കാപട്യത്താലും മുറിവേറ്റവർക്കുവേണ്ടിയും ശുശ്രൂഷയിലെ നേതാക്കൾക്കുവേണ്ടിയും നിശബ്ദതയിൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്കുവേണ്ടിയും നമുക്കുവേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സത്യം പറയാനും സഹായം തേടാനും സുവിശേഷം പ്രദർശിപ്പിക്കുന്നതിനു പകരം ഹൃദയത്തിൽ നിന്ന് ജീവിക്കാനും നമുക്ക് ധൈര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റുമുള്ള യഥാർത്ഥ നിലവിളികൾ ശ്രദ്ധിക്കുന്ന, ആരെങ്കിലും വിളിക്കുമ്പോൾ സമയം നൽകുന്ന, പ്രതിച്ഛായേക്കാൾ രോഗശാന്തിയും പ്രശസ്തിയേക്കാൾ വിശ്വസ്തതയും തിരഞ്ഞെടുക്കുന്ന സഭയായിരിക്കാം. എല്ലാറ്റിനുമുപരി യേശുവിനെ ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുന്ന, എല്ലാവരെയും അവരുടെ തകർച്ച, ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്നിവ കണക്കിലെടുക്കാതെ കണ്ടുമുട്ടാൻ തക്ക എളിമയുള്ള ശുശ്രൂഷകരാകാം. സുവിശേഷം ഇങ്ങനെയാണ് പുതിയ ജീവിതം കൊണ്ടുവരുന്നത്: ഒരു സത്യസന്ധമായ കണ്ടുമുട്ടൽ, ഒരു ധീരമായ ചുവടുവയ്പ്, ഒരു സമയത്ത് ഒരു കാരുണ്യപ്രവൃത്തി. ആമേൻ. Thank you for joining us in this moment of silence and light. May the word you've heard today echo through your heart, Michael, your choices, another and your resounding prayer. success. Thanks to your generosity, Mr. Harrison. Another triumph, Father. They'll be very generous tonight.
This is for God's work, James. The new stained glass will be magnificent. We've already raised nearly $200,000. Remarkable, Michael. A testament to your leadership. I need help. Please. Is anyone listening? Father, you need to handle this now, before he ruins everything. Who is that man? Look at his clothes! Father Michael needs to handle this right now. Pride is a subtle poison. It makes a ministry into a business. It makes a soul into a stone. You're the priest. You talk about God. Can you actually help me? Here. You must be hunger. We have shelters we can call. They're all full. I tried. They give you a bed. They don't make you feel human. Something dies inside. When possessions become the goal, the heart of faith turns cold. Tell me your name. Tell me what you need. Father, we need to discuss the pledges immediately. This is unacceptable. It can wait, Mr. Harrison. The Lord's work isn't measured in donations. Is it taken care of? I hope he didn't cost us. His name is Leo. He'll be staying in the rectory for a while. Here? Father, is that wise? What will people say? Let them say what they will. We prayed for honesty tonight. It's time we started living it.